ചില നേരങ്ങളിൽ നിന്റെ സ്വഭാവം എനിക്കൊട്ടും ദഹിക്കുന്നില്ല കേട്ടോ. അതിപ്പോ ഞാനെന്ത് തെറ്റിയതെന്ന് അമ്മായി പറയുന്നേ? നീ വൈകുന്നേരത്തിനുള്ളിൽ എനിക്കൊരു മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രാത്രിയായി, ഒരനക്കവും ഇല്ല ഇതുവരെ. ഓ, അതാണോ കാര്യം? ആ, അത് തന്നെയാ കാര്യം. സൽസ്വഭാവിയും ശാലീന സുന്ദരിയുമായ മിസ് ശ്രീലക്ഷ്മിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. അതിന്റെ ഉത്തരവാ നീ പറയേണ്ടത്. ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം, അത്രേ ഉള്ളൂ. അങ്ങനെ ഉഴപ്പരുത്. നിനക്ക് ഓക്കെ ആണോ അല്ലയോ അത് പറയ. നീ പറയടാ. നീ എന്താ പൊട്ടനാണോ? ചെവി കേട്ടൂടെ നിനക്ക്? പറഞ്ഞല്ലോ അമ്മേ, ആ കുട്ടിക്കും വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന്. നീ അവരുടെ കാര്യം വിട്, നിന്റെ കാര്യം മാത്രം പറ. നീ എന്റെ ശ്രീലക്ഷ്മി, ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെർ ഡിസിഷൻ. എന്ത് ഡിസിഷൻ? ആ കുട്ടി എന്തിനു വേണ്ടാന്ന് പറയണം? അവള് സമ്മതിക്കുന്ന എനിക്ക് ഉറപ്പാ. എന്റെ മകൻ സുന്ദരനാ, ഏത് പെണ്ണും ഇഷ്ടപ്പെടും നിന്നെ. അയ്യോ, പുകഴ്ത്തി നശിപ്പിക്കല്ലേ. ജീവിച്ച് പൊക്കോട്ടെ ഞാൻ. അതെ, ജീവിക്കാൻ വേണ്ടി തന്നെ. നീ സുഖമായി ജീവിക്കാൻ വേണ്ടിയാ വിവാഹം കഴിക്കാൻ പറയുന്നേ. അവള് നല്ല കുട്ടിയാടാ, നിനക്ക് നന്നായിട്ട് ചേരും. എന്തായാലും നീ പകുതി സമ്മതം മൂളിയത് തന്നെ വലിയ ആശ്വാസമായി. താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് എനിക്കല്ല പറയേണ്ടത്, മിസ്റ്റർ രവിചന്ദ്രവർമ്മന. അദ്ദേഹമാണ് ഉപദേശിച്ചത് പ്രായം കൂടിയ വിവാഹത്തിന് അതൊരു തടസ്സമാകുന്നു. ആഹാ, അപ്പോ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഉപദേശത്തിന് വലിയ സന്തോഷം. ആ, നാളെ നമ്മൾ അവരുടെ പൂജയ്ക്ക് അമ്പലത്തിൽ പോകുമല്ലോ. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുകയും താങ്ക്സ് പറയുകയും ചെയ്യാം. ഹീസ് എ നൈസ് ജെന്റിൽമാൻ ശ്രീലക്ഷ്മി. ശരി, നിന്റെ മനസ്സ് അദ്ദേഹം മാറ്റിയെടുത്തെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ തീർച്ചയായും കണ്ട് നന്ദി പറഞ്ഞേ പറ്റൂ. സന്യാസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന എന്റെ മകനെ തിരികെ കൊണ്ടുവന്നല്ലോ. താങ്ക്സ് ടു രവിചന്ദ്രവർമ്മൻ. താങ്ക്സ് എ ലോട്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി സംസാരിക്കുന്നേ, സച്ചിദാനന്ദന്റെ അമ്മ. നമസ്കാരം സീനിയർ ശ്രീലക്ഷ്മി മാഡം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചതില്ലല്ലോ. അത് പിന്നെ വളച്ചു ചുറ്റി സംസാരിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് നേരിട്ട് തന്നെ ചോദിക്ക, എന്തായി അവിടുത്തെ തീരുമാനം? അത് പിന്നെ തീരുമാനം എന്താന്ന് വെച്ചാ അത് മാഡം തന്നെ ഇങ്ങ് പറഞ്ഞോളൂ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മാഡം പറയുന്നത് പോലെ തന്നെ നമുക്ക് തീരുമാനിക്കാം. എന്ന് ചോദിച്ചാ എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റൂ. കൊറേ കാലമായിട്ട് ഞാൻ മകനെ വിവാഹത്തിന് നിർബന്ധിക്കുക. ഇപ്പോഴാ പോസിറ്റീവായിട്ടൊരു മറുപടി അവൻ പറഞ്ഞത്. അതിന് കാരണക്കാരി നിങ്ങളുടെ മകളാണോന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ എനിക്കറിയില്ല. എന്തായാലും അവൻ സമ്മതിച്ചു. ആ സ്ഥിതിക്ക് ഇതിനി നീട്ടിക്കൊണ്ടു പോവാൻ വയ്യ. ഇപ്പൊ തന്നെ 2-3 ആഴ്ചത്തെ സമയത്തില് 3 ദിവസം ഓൾറെഡി കഴിഞ്ഞുപോയി. ഇനി മറുപടി പറയേണ്ടത് നിങ്ങളാ, ശ്രീലക്ഷ്മിയുടെ മാതാപിതാക്കള്. മനസ്സിലായി. മാഡത്തിന്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഇനി ആകെയുള്ളത് വീട്ടിൽ ഇതിനെപ്പറ്റി ഒന്നുകൂടി സംസാരിക്കണം, അത്രേ ഉള്ളൂ. സച്ചി നാട്ടീന്ന് മടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വിവാഹം നടത്തണം സുദർശൻ ചേട്ടാ. ഉറപ്പായിട്ടും മാഡം, നമുക്കത് ചെയ്യാം. സമ്മതമാണ് എനിക്ക്. അപ്പൊ ശരി, കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഫോൺ വയ്ക്കുക. ശരി മാഡം, താങ്ക് യു. ഞങ്ങളിവിടെ അമ്പലത്തിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. മോളുടെ ബോസിന്റെ വീട്ടുകാര് അമ്പലത്തിൽ പൂജയോ മറ്റോ നടത്തുന്നുണ്ട്. അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ? അതെ മാഡം, അദ്ദേഹം തന്നെ. അദ്ദേഹമാണ് മോളുടെ ഓഫീസിലെ ബോസ്. ആഹാ, അദ്ദേഹം അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഓ, സച്ചിയുടെ സുഹൃത്ത് അദ്ദേഹം. നല്ല ക്ലോസാ രണ്ടാളും ഇപ്പോ. അതെയോ? വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം.
വീട്ടിൽ പൂജ നടന്ന ദിവസം ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചില്ലേ? അപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയുടെ അച്ഛനെ കുറിച്ച് എല്ലാം വിശദമായിട്ട് ചോദിച്ചു. അദ്ദേഹം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് ദേവികറാണി പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം കടയിൽ ജോലിക്ക് പോകുന്നില്ല, വേണ്ടത്ര വിശ്രമം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് അല്പം ധൈര്യവും കൂടുതലാണ്. ഓ, ഇന്ന് ശ്രീലക്ഷ്മിയും അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോ അവസരം നോക്കി ഈ അമ്പലം സാക്ഷി നിർത്തി ഞാൻ അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയും. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നീ നോക്കൂ, ഇന്ന് എന്റെ ഒരു പെർഫോമൻസ്. വെരി വെരി ഗുഡ്. എല്ലാം സാറ് വിചാരിക്കും പോലെ നടക്കട്ടെ. ഓൾ ദ വെരി വെരി ബെസ്റ്റ്. ഒന്ന് അനങ്ങി നടക്ക് സരോജം. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാ, ധൃതിയിൽ എവിടെയെങ്കിലും പോകുമ്പോ കോളനിയിലെ പെണ്ണുങ്ങൾ വന്ന് കിന്നാരം പറഞ്ഞ സംസാരിച്ചോണ്ട് നിൽക്കരുതെന്ന്. അതെങ്ങനെയാ? പുതിയ സാരി എടുക്കുമ്പോ അത് നാലാളെ കാണിക്കണമെന്നുണ്ടല്ലോ അല്ലേ? അതെ, അവളുമാരെ എന്റെ പുതിയ സാരി കാണിക്കണമെന്ന് വെച്ച് തന്നെയാ ഞാൻ വാചടിച്ചോണ്ട് നിന്നത്. സരോജത്തിനെ അല്പം പത്രാസൊക്കെ ഉണ്ടെന്ന് എല്ലാരും അറിയട്ടെ. അല്ല പിന്നെ ആഹാ, കെട്ടിയവനും കെട്ടിയവളും കൂടി ഒരുങ്ങിക്കെട്ടിയത് എങ്ങോട്ടാണോ? സുദർശൻ ചേട്ടന് സുഖം തന്നെ അല്ലേ? കോളനിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സരോജമ്മേ? പുത്തൻ സാരിയാണെന്ന് തോന്നുന്നല്ലോ. പക്ഷേ ഇത് നിങ്ങൾക്കൊട്ട് ചേരുന്നില്ല കേട്ടോ. ഏതോ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ പെങ്ങൾ ഉടുക്കുന്ന സാരി ആയിരിക്കും ഫുട്പാത്ത്. ഇത് നല്ല ഒന്നാന്തരം വില പിടിപ്പുള്ള ഐറ്റാ. 3900 രൂപ. അയ്യേ, 3900 രൂപയാ? നിങ്ങളെ ആരോ പറ്റിച്ചല്ലോ. ഇത് കണ്ടറിയാം, കൂടിപ്പോയ ഒരു 350-400. അതിൽ കൂടിയ നഷ്ടക്കച്ചവടാ. കുറച്ചു ദിവസങ്ങളായിട്ട് കോളനിയിൽ ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. ചിലര് മടങ്ങി വന്നല്ലോ. ഇന്നത്തോടെ അതിനൊരു തീരുമാനമായി. ഓഹോ, ഞാൻ മടങ്ങി വരില്ല എന്ന് കരുതി രണ്ടുപേര് സൂചിച്ചിരിക്കുകയായിരുന്നല്ലേ? നടന്നത് തന്നെ. അല്ല, അതിരിക്കട്ടെ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ച് പൊളിച്ചോ രണ്ടാളും? അതെ അതെ, അടിച്ചു പൊളിച്ചു തന്നെ ആഘോഷിച്ചു. കാരണം അപ്പ വീട്ടിൽ വന്ന് എത്തി നോക്കാനും പരദൂഷണം പറയാനും ആരും ഇല്ലായിരുന്നു അവിടേക്കും. എത്തി നോട്ടക്കാരും പരദൂഷണക്കാരും എല്ലായിടത്തും ഉണ്ടാവും സരോജമ്മേ. പക്ഷെ നമ്മുടെ മനസ്സ് നന്നായിരുന്ന യാതൊരു കുഴപ്പവും വരില്ല. അതാണ് ജീവിതത്തിന്റെ രഹസ്യം തന്നെ. അത് ഏതോ വലിയ മഹാന്മാര് പറഞ്ഞ വാക്കുകളാ. അത് പറയാനുള്ള യോഗ്യതയൊന്നും തന്റെ നാവിനില്ല ത്രിവിക്രമ. വഴി മുടക്കാതെ പോവാൻ നോക്ക്. ഞങ്ങളെ ഒരു സവാരിക്കിറങ്ങിയതാ. ശകനം മുടക്കരുത് പ്ലീസ്. ആഹാ, നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ശൗര്യമൊക്കെ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്തുന്ന കാര്യത്തിൽ കാണിക്കാത്തെന്താ? ഈ നൂറ്റാണ്ടിലെങ്കിലും വല്ലതും നടക്കുവോ? അതോ മൂക്കി പല്ല് മുളച്ച് ആരെയും കിട്ടാതെ വരുമ്പോ വീണ്ടും എന്റെ മോൻ തന്നെ കെട്ടേണ്ടി വരുമോ അതിനെ? ആർക്കറിയാം അല്ലേ? അത് ശരിയാ. അവന് ഞാൻ എന്റെ മകളെ കൊടുത്തേനെ. പക്ഷേ അവൻ നിന്റെ മകനായിപ്പോയി. ആ ഒറ്റ കാരണം കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അതെ അതെ, നമ്മുടെ മോളെ നിങ്ങളുടെ വീട്ടിലെ മരുമോളെ അയക്കുന്നതിലും ഭേദം വല്ല കടലിലും കൊണ്ടുപോയി കളയുന്നതാ. കറക്റ്റ്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ത്രിവിക്രമ. ദേ, ഇപ്പോ ഇവിടെ വെച്ച് എന്റെ ഒരു വെല്ലുവിളിയാണെന്ന് കൂട്ടിക്കോ. നീ എന്നെ ഇപ്പൊ കളിയാക്കിയില്ലേ ഞങ്ങളുടെ മോളുടെ കല്യാണം ഈ നൂറ്റാണ്ടിലെങ്കിലും നടക്കുമെന്ന്? എന്നാ നീ കേട്ടോ, ഇന്ന് 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 ഞാൻ എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കും. അതും പരമയോഗ്യനായ ഒരു ചെറുപ്പ. കൂടപ്പറപ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല പപ്പി. ഈ ത്രിവിക്രമൻ പണി കൊടുക്കുമെന്ന് തീരുമാനിച്ച പണി കൊടുത്തിരിക്കും.
കുറച്ചുകൂടി കുടിക്കൂ. വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. വേണമെങ്കിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. നോ പ്രോബ്ലം. ഏയ് ഒന്നുമില്ല സാർ. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു വന്നല്ലേ, അതിന്റെ ക്ഷീണമായിരിക്കും. അല്പനേരം ഇരുന്ന എല്ലാം ശരിയാവും. നീ അവളോട് സംസാരിച്ചോ? സംസാരിക്കാൻ ശ്രീലക്ഷ്മി, ധൃതി കാണിക്കാതെ. നേരത്തെ പോയപ്പോ ആള് മിസ്സായി പോയി, അതുകൊണ്ടാ. ദേ, പൂനെയിലേക്ക് മടങ്ങി പോവാൻ നീ ധൃതി കാണിക്കുന്നില്ലേ? അപ്പോ വിവാഹത്തിന് ഞാനും ധൃതി കാണിക്കും. നീ ഉടൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കണം. അപ്പോ ഈ അമ്മയുടെ ഒരു കാര്യം. ശരി, ആദ്യം ഈ പൂജയൊക്കെ നടന്നിട്ട് ആ കുട്ടി ഒന്ന് പുറത്തിറങ്ങട്ടെ. അവസരം നോക്കി ഞാൻ സംസാരിച്ചോളാം. വാക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ക്ഷീണം മാറി സാർ. നല്ല ആശ്വാസമുണ്ട് ഇപ്പോ. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. അത് എനിക്ക് ശ്രീലക്ഷ്മിയുടെ അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ സാർ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അത് പിന്നെ ശ്രീലക്ഷ്മിയുടെ അച്ഛന് എപ്പോഴെങ്കിലും എന്നോട് വിരോധം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ശ്രീലക്ഷ്മിയുടെ അച്ഛന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? ഒന്ന് നിൽക്കോ? ഹായ്. ഹലോ. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ സച്ചി. അന്ന് വീട്ടിൽ വന്നിരുന്നു. ആ, അറിയാം. സച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമുക്കൊന്ന് പുറത്തുപോയി സംസാരിച്ചാലോ? ദീപാരാധനയ്ക്ക് ഇനി സമയമുണ്ട്. ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. യുദ്ധത്തിൽ അർജുനൻ കൃഷ്ണനെ വിശ്വസിച്ചതുപോലെ ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. എനിക്ക് സാറാണ് ദൈവം. ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് മോൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ സാറ് വേണം അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് സാറ് വാക്ക് തരണം. വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ് സാറെന്ന് എനിക്കറിയാം. വാക്ക് തരൂ സാർ, പ്ലീസ്. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ
വിഷമിക്കണ്ട. ഈ വിവാഹം ഞാൻ നടത്തിക്കൊടുക്കാം. അതിനുണ്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം. എന്നാൽ സത്യം ചെയ്യൂ സാർ. മരിക്കുമ്പോ സാറിന്റെ വാക്ക് വേണം. എനിക്ക് മോക്ഷം നൽകാൻ. രാജാറാം, പ്ലീസ്. സാർ, സച്ചിയുടെ മോളുടെ വിവാഹം നടത്തി തരാമെന്ന് വാക്ക് തരൂ സാർ. പ്ലീസ് സാർ, ഒരു വാക്ക്. എന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി. രാജാറാം, രാജാറാം, എഴുതേക്കൂ. സുഷ്മേഷ, വാക്കിന് ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ് സാറെന്ന് എനിക്കറിയാം. വാക്ക് തരൂ സാർ, പ്ലീസ്. അച്ഛനെവിടെ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു സർജറി വേണ്ടിവരുമെന്ന് തോന്നുന്നു. താൻ വിഷമിക്കണ്ട. ഉള്ളിൽ ചെറിയ ക്ലോട്ട് വല്ലതും കാണും. അതെടുത്തു മാറ്റണം. അതിനാ കൊണ്ടുപോയത്. സർജറി കഴിഞ്ഞ് ശ്രീയെ കാണണമെന്ന് പറയാൻ ഏൽപ്പിച്ചിട്ടാ അച്ഛൻ പോയത്. That's nice.
പേടിക്കണ്ട ശ്രീ, അങ്കിളിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ആക്ച്വലി താൻ വിഷമിക്കുന്നുള്ളതാ അങ്കിളിന്റെ ഏറ്റവും വലിയ ടെൻഷൻ. തന്നെ അങ്കിളിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്കിൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. യു ഡോണ്ട് വറി അറ്റ് ഓൾ. ഇതാണോ താൻ അമ്പലത്തിൽ വരാൻ പറഞ്ഞ പെൺകുട്ടി? അതെ സർ. ഞങ്ങളെ രണ്ടാളെ ഒരുമിപ്പിച്ചത് സാറാണ്. ഐ സീ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രായം കൂടുന്തോറും എസ് പറയാൻ പുരുഷന് മടി കൂടും. അതുകൊണ്ട് സ്വന്തം വിവാഹം വൈകിപ്പിക്കേണ്ട എന്നാണ് എന്റെ അഡ്വൈസ്. സർ എന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ പോയി വിവാഹത്തിന് സമ്മതമാണെന്ന് അമ്മയോട് പറയണം. സർ, ശ്രീലക്ഷ്മി, സർ, സാറെന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന? എനിക്ക് ധൈര്യം തരേണ്ട സാറ് തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോ എനിക്ക് പേടിയാവുന്നു സർ. എന്നെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച? വിഷമിക്കണ്ട ശ്രീലക്ഷ്മി, തന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. വിതിൻ 1 or 2 hours തന്റെ അച്ഛൻ പഴയ പോലെ തന്നെ സ്മാർട്ടായിട്ട് തിരിച്ചു വരും. എനിക്ക് തീർച്ചയാണത്. താങ്ക് യു സർ. ഈ വാക്ക് മതി എനിക്ക് റിലാക്സ് ആവാൻ. സർ, അച്ഛനോട് നമ്മുടെ കാര്യം സംസാരിച്ചായിരുന്നോ? അച്ഛൻ എന്തു പറഞ്ഞു സാറിനോട്? ഒപ്പം താങ്കൾ ഇനി എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത്, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ വന്ന് പറയും. അതൊക്കെ ശരിയായി അനുസരിച്ചാൽ മതി. അപ്പോഴേ മിനിമം 90+ എങ്കിലും ജീവിക്കാൻ പറ്റൂ. മനസ്സിലായോ ശ്രീലക്ഷ്മിയുടെ അച്ഛന്? മനസ്സിലായി സാർ, അനുസരിച്ചോളാം. ഗുഡ്. ഏത് സമയത്തിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ കൂടെ ഉണ്ടാവും. ടേക്ക് കെയർ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. മോളെ,
എന്തുണ്ട് പിന്നെ? ഞാൻ ഫോൺ വിളിച്ചിട്ട് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ സർ. ആക്ച്വലി സാറിനോട് നന്ദി പറയാൻ സമയം കിട്ടിയില്ലായിരുന്നു. പക്ഷേ നന്ദി പറയാതെ പോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ടാ അന്വേഷിച്ചു വന്നത്. ആ കുട്ടിയോട് എനിക്ക് ചെറിയ പരിചയക്കുറവുണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി. ഇനി അടുപ്പം കൂടാൻ ഈസിയാണെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. എല്ലാം നന്നായി വരും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ സർ. കൃഷ്ണേ, ആ ഉറയും എടുക്ക്. ഞാൻ ഉറയിടാം. താങ്ക്സ്. ഇനി നമുക്ക് അപ്പുറത്ത് മുറി കൂടി വൃത്തിയാക്കണം. ഞാൻ റെഡി. ഇതിനൊക്കെ മായിച്ച് എന്തിനാ താങ്ക്സ് പറയുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. സഹായം ചെറുതായാലും വലുതായാലും സഹായം തന്നെയല്ലേ കൃഷ്ണേ? അപ്പോ ഒരു താങ്ക്സ് ഒക്കെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. സത്യം പറഞ്ഞ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ ചിറ്റപ്പൻ ഇങ്ങനെ വന്നതാ എനിക്കൊരു വിഷമം കൃഷ്ണേ. ചിറ്റപ്പൻ ഒരു പഞ്ചപാവാ. പക്ഷേ സുദർശൻ അങ്കിളിന് നല്ല വിൽ പവർ ഉണ്ടല്ലോ മായേച്ചി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സുഖമായി വരുന്നുള്ളത് ഉറപ്പാ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ മായേച്ചി ഉണ്ടല്ലോ. ഒരു പേഷ്യന്റിനെ എങ്ങനെ നോക്കണമെന്ന് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. നീ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. ചിറ്റപ്പൻ കുഞ്ഞമ്മയെ ദേഷ്യം പിടിപ്പിച്ച കുഞ്ഞമ്മ ചില സമയത്ത് ചിറ്റപ്പന് ഗുളിക കൊടുക്കാൻ പോലും മറന്നുപോകും. അപ്പൊ ഞാനിവിടെ ഉണ്ടായേ പറ്റൂ. അല്ല, ഈ സർജറി കഴിഞ്ഞാ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും മായിച്ചി? അത് സർജറിയുടെ സ്വഭാവവും പേഷ്യന്റിന്റെ കണ്ടീഷനും അനുസരിച്ചിരിക്കും കൃഷ്ണ. ചിലരെ പിറ്റേ ദിവസം തന്നെ വിടുന്ന ചരിത്രമുണ്ട്. അത് നന്നായി. പക്ഷേ അവര് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഇവിടെ ചെറിയ പ്രശ്നം നടക്കാൻ സാധ്യത